ഹലോ എവ്രി വൺ, വെൽക്കം ടു റൈസപ്പ്. അപ്പം ഇന്ന് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നോക്കിയത്. ആപ്റ്റിറ്റ്യൂഡിൽ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം ആറ്റിറ്റ്യൂഡായിരുന്നു, ഇന്ന് നമ്മൾ ആപ്റ്റിറ്റ്യൂഡാണ്. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോമ്പിറ്റൻസി, നമ്മുടെ കഴിവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ആപ്റ്റിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡും തമ്മിലുള്ള ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതിനെക്കുറിച്ച് രണ്ടിനെക്കുറിച്ചൊരു കറക്റ്റ് ഒപ്പീനിയൻ നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള രീതിയിലൊരു ചോദ്യമാണ്. ഇറ്റ് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ് ആൻഡ് നോട്ട് യുവർ ആപ്റ്റിറ്റ്യൂഡ് ദാറ്റ് ഡിറ്റർമൈൻസ് യുവർ ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഇവിടെ അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡല്ല നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡല്ല, പകരം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ എത്ര മുകളിലേക്ക് പോകണം അല്ലെങ്കിൽ എത്ര സക്സസ്ഫുൾ ആവണം എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡു യു അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്? സബ്സ്റ്റാൻഷിയേറ്റ് വിത്ത് എക്സാമ്പിൾസ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു റെലവൻറ്റ് കോട്ട് ഓർ അനക്ഡോട്ട് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ തുടങ്ങാം, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അതുപോലെ തന്നെ എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ്, എങ്ങനെയാണ് അച്ചീവ്മെൻറ്റിലേക്ക് വരുന്നത്, അത് കൂടുതൽ അതിന് കുറച്ചും കൂടി ഇത് കൊടുക്കുക. കാരണം ക്വസ്റ്റ്യനിലെ സെൻറ്റൻസ് തന്നെ ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ ആൾട്ടിറ്റ്യൂഡ് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് കുറച്ച് നിങ്ങളുടെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അതിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുക. അതിന് ശേഷം അതർ സൈഡ് ഓഫ് ദ സ്റ്റോറിയും കൂടി പറയുക. ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് രണ്ടും കൂടി ഒരുമിച്ച് വേണ്ടത് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മോഡൽ ആൻസർ എന്ന് പറയുന്നത് ബേസിക്കലി എബിലിറ്റി മേ ഗെറ്റ് യു ടു ദ ടോപ്പ് ബട്ട് ഇറ്റ് ടേക്സ് ക്യാരക്ടർ ടു കീപ് യു ദെയർ. ഇപ്പോൾ എബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ടാവും, നമുക്ക് ഡോർസ് ഓപ്പൺ ചെയ്തു തരും. നമുക്ക് ഒരു ഫസ്റ്റത്തെ ഓപ്പർച്യൂണിറ്റി, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ ഒരു എൻട്രിക്ക് ബേസിക്കലി നമ്മുടെ കഴിവ്, നമ്മുടെ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിവിൻ പോളി. ഇപ്പം നിവിൻ പോളിൻ്റെ ഇനീഷ്യൽ എൻട്രിക്ക് എന്താ ഹെൽപ്പ് ചെയ്തത്? നിവിൻ പോളിൻ്റെ കഴിവാണ്. പക്ഷെ നിവിൻ പോളി അവിടെ നിൽക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിച്ചത് നിവിൻ പോളിൻ്റെ കഴിവ് മാത്രമല്ല, നിവിൻ പോളിൻ്റെ ആറ്റിറ്റ്യൂഡും കൂടിയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഫിലിം ഫീൽഡ് പറയുകയാണെങ്കിൽ സിമിലർലി അങ്ങനെ പല പല എല്ലാ ആസ്പെക്റ്റുകളിലും, ഇപ്പോൾ ഫുട്ബോളിൽ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ആരെ എക്സാമ്പിൾ പറയാൻ പറ്റുക, ഇനീഷ്യൽ എൻട്രി ഇപ്പോൾ മെസ്സിയോ റൊണാൾഡോയോ ഏദൻ ഹസാർഡ് ഇസ് കറക്റ്റ് എക്സാമ്പിൾ, ഭയങ്കര നല്ല എക്സാമ്പിളാണ്. അപ്പം ഏദൻ ഹസാർഡ് നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഏദൻ ഹസാർഡ് എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്, ബെൽജിയത്തിൻ്റെ പ്ലെയർ ആയിരുന്നു. ആള് റയൽ മെഡ്രിഡിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര ടോപ്പ് ക്ലാസ് ഹൈ ലെവൽ പ്ലെയർ ആയിരുന്നു, ഭയങ്കര അടിപൊളി പ്ലെയർ ആയിരുന്നു. അപ്പോൾ പുള്ളിയുടെ കോമ്പീറ്റൻസ് ആണ് ബേസിക്കലി പുള്ളിയുടെ ആ ഒരു ട്രാൻസ്ഫറിന് ഹെൽപ്പ് ചെയ്തത്. പക്ഷേ റയൽ മെഡ്രിഡിൽ പുള്ളിൻ്റെ പെർഫോമൻസ് വളരെ ശോകമായിരുന്നു. അതിൽ പ്ലേ ചെയ്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് പുള്ളിയുടെ ബിഹേവിയർ ആയിരുന്നു, അല്ലെങ്കിൽ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. അവിടെ പുള്ളി എങ്ങനെ എക്സസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ട്രെയിനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെയുള്ള പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് ബേസിക്കലി അവിടെ പുള്ളി ഇവഞ്ച്വലി ടീമിൽ പ്ലേയിങ് ടൈം കിട്ടാതെ അങ്ങനെ നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ബേസിക്കലി ഇവിടെ നമുക്ക് നോക്കേണ്ടത് നമ്മുടെ എബിലിറ്റി മാത്രമല്ല, എബിലിറ്റി അല്ല, നമ്മുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ബേസിക്കലി നമ്മളവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഏദൻ ഹസാർഡിൻ്റെ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഈ ആപ്റ്റിറ്റ്യൂഡ്, ഈ പറയുന്ന കോട്ടിൽ നമുക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ആപ്റ്റിറ്റ്യൂഡ് ഒരാളുടെ എന്താണ് സക്സസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. ആൻഡ് സിമിലർലി താഴേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് ആസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് സക്സസ് എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാരഗ്രാഫ് വൈസ് ആയിട്ട് എഴുതാം. അതിൻ്റെ ശേഷം നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് തമ്മിലുള്ള ഒരു സൈനർജീനെ പറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പാരഗ്രാഫ് കൊടുത്ത് എഴുതാൻ പറ്റും. നിങ്ങൾക്കിപ്പം എത്തിക്സിൽ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾക്ക് പോയിന്റ് വൈസ് ആയിട്ടും പാരഗ്രാഫ് വൈസ് ആയിട്ട് എഴുതും, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇത് പാരഗ്രാഫ് വൈസ് ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കാം. ആറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻസ് ആൾട്ടിറ്റ്യൂഡ് ബൈ ട്രാൻസ്ഫോമിങ് പൊട്ടൻഷ്യൽ ഇൻ ടു പെർഫോമൻസ്. ഓക്കെ, നമ്മുടെ പൊട്ടൻഷ്യലാണ് ബേസിക്കലി ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അതിനെ പെർഫോമൻസിലേക്ക് മാറ്റുന്നത് ആറ്റിറ്റ്യൂഡാണ്. അപ്പം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ എപ്പോഴും എന്ത് ചെയ്യും, ഫെയിലിയേഴ്സിനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫെയിലിയേഴ്സ് വന്നു കഴിഞ്ഞാലും എപ്പോഴും കണ്ടിന്യൂസ്ലി ലേൺ ചെയ്യും, കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യും. നിങ്ങളിപ്പോൾ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് പോലെയുള്ള സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവുമായിരിക്കും. പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്സിൽ ബേസിക്കലി വിൽ സ്മിത്തിൻ്റെ ക്യാരക്ടർ വളരെ എബിലിറ്റി ഉള്ള ആപ്റ്റിറ്റ്യൂഡുള്ള ആളാണ്. അപ്പം അയാൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അയാൾക്ക് മൾട്ടിപ്പിൾ ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും തളർന്നു പോകാതെ അയാൾ കൂടുതൽ അതിനെപ്പറ്റി പഠിച്ചു. അയാളുടെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ അയാൾക്ക് ലെവറേജ് ചെയ്യാം എന്നുള്ള കാര്യം അയാൾ നോക്കി. അത് വെച്ചിട്ട് അയാൾ എങ്ങനെയായി അവസാനം സക്സസ് ആവുക ചെയ്തത്. ആൻഡ് ഹിയർ ഓൾസോ വി ക്യാൻ കോട്ട് തോമസ് ആൽവ എഡിസൺ ആസ് എക്സാമ്പിൾ. As he said, experiments before inventing electric, famously remarking, I have not failed, I have just found 10,000 ways that won't work. അങ്ങനെ ഉള്ളൊരു ആസ്പെക്ട് നിങ്ങൾക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും. സിമിലർലി ഇൻ പബ്ലിക് സർവീസ് ഓഫീസേഴ്സ് ഫ്രീക്വൻലി വർക്ക് അണ്ടർ സിവിയർ റിസോഴ്സ് കൺസ്ട്രെയിൻസ് ഓഫ് പൊളിറ്റിക്കൽ പ്രഷറൊക്കെ ഉള്ള ആളുകളായിരിക്കും. ആ സമയത്ത്
കമ്പാഷനേറ്റ് ആൻഡ് സർവീസ് ഓറിയന്റഡ് മൈൻഡ് സെറ്റ് വരുന്ന സമയത്താണ് നമുക്ക് എങ്ങനെ ഇക്വിറ്റി ഇൻ ഗവേണൻസ് എങ്ങനെ കൊണ്ടുവരാം, എഫക്റ്റീവായിട്ട് എങ്ങനെ ഗവേണൻസ് പെർഫോം ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ബേസിക്കലി അവിടെ വരിക. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആംസ്ട്രോങ് തെയിം, മിറാക്കിൾ മാൻ ഓഫ് മണിപ്പൂറിന് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ പറയാൻ പറ്റും. അതുപോലെ തന്നെ സിമിലർലി ഡെഡിക്കേഷൻ ടു സർവീസ് നമുക്ക് ഉണ്ടോ എന്നുള്ള കാര്യം ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ UPSC എക്സാം പാസ്സായി നിങ്ങൾ സർവീസ് കയറി, അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, സർവീസ് ഓറിയന്റഡ് മൈൻഡ് സെറ്റിൽ നിങ്ങൾ മുന്നോട്ട് പോയാലേ നിങ്ങൾക്ക് അവിടെ സക്സസ് ഉണ്ടാവുള്ളൂ. അവിടെ നിങ്ങൾ ഡെഡിക്കേഷൻ ടു സർവീസ് എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി കാണിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു മോശം ഓഫീസറായിട്ട് വരും. പക്ഷെ നിങ്ങൾ അവിടെ സസ്റ്റെയിൻ ചെയ്ത് നിങ്ങളവിടെ ആളുകൾക്ക് വേണ്ട ഗുണം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ദിവ്യ ദേവരാജൻ എന്ന് പറഞ്ഞിട്ട് ഒരു IAS ഓഫീസർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ട്രൈബൽ ഏരിയാസിലുള്ള ചിൽഡ്രനെ സ്കൂളിൽ പോകണം എന്നുള്ള കാര്യം പെർസ്വേ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി അവരുടെ പാരൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത കാര്യം എന്ന് വെച്ചാൽ അവരുടെ ട്രൈബൽ ലാംഗ്വേജ് പഠിച്ചു. സോ ദാറ്റ് ഈ ട്രൈബൽ ലാംഗ്വേജ് ആയിട്ട് ഇവർക്ക് കണക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഫോസ്റ്റേഴ്സ് ആ ഒരു ഷെയർഡ് ഐഡന്റിറ്റി അല്ലെങ്കിൽ ഒരു ബ്രദർഹുഡ് ഫീൽ ചെയ്യുന്നുള്ള രീതിയിൽ തന്നെ അവർ ആ ലാംഗ്വേജ് പഠിച്ച് അവരുടെ പാരൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവിടെയുള്ള സ്റ്റുഡൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. അപ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡ് മാത്രമല്ല, അവിടെ ആറ്റിറ്റ്യൂഡാണ് ബേസിക്കലി, അങ്ങനെ ചെയ്യാൻ കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ബേസിക്കലി അവിടെ വർക്ക് ചെയ്യുന്നത്. ഡെഡിക്കേഷൻ ടു പബ്ലിക് സർവീസ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയോടുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് അവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ ലീഡർഷിപ്പ് ഒക്കെ പോലെയുള്ള എത്തിക്കൽ കണ്ടക്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻറ്റഗ്രിറ്റി, എംപതി, ഹ്യൂമിലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുക. ഇങ്ങനെയുള്ള ക്വാളിറ്റീസിനോടൊക്കെയുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ബേസിക്കലി എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങളെ ഒരു സ്ഥലത്ത് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഭയങ്കര ഇൻ്റലിജൻസ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്കൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ അത് ബേസിക്കലി മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ബാക്കിയുള്ള ക്രൈമിലേക്കൊക്കെ ആയിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവുക. ഇപ്പം പൂജ കഴിഞ്ഞ പ്രാവശ്യം എന്താണ് ഡോക്യുമെൻറ്റ്സ് ഫോർജ് ചെയ്തിട്ടൊക്കെ കയറിയിട്ടുണ്ടായിരുന്ന പൂജ, ഐ ഫൊഗോട്ട് ഹെർ ഫുൾ നെയിം. അപ്പോൾ പുള്ളിക്കാരിയുടെ കാര്യത്തിലൊക്കെ പുള്ളിക്കാരി ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു, പക്ഷെ പുള്ളിക്കാരിയുടെ ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരി എന്ത് ചെയ്തു, ഫെയിലിയർ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. സിമിലർലി നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന വേറൊന്ന് ബൈജൂസ് ആണ്. ബൈജൂസ് ബേസിക്കലി ഭയങ്കര ഹൈലി അടിപൊളിയായിട്ട് വന്നതാണ്, പക്ഷേ ഓർഗനൈസേഷണൽ കൾച്ചർ അതുപോലെ തന്നെ ആളുകളോടുള്ള സർവീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ അല്ലെങ്കിൽ ഈസി വേ ടു സക്സസ് എന്നുള്ള രീതിയിൽ ഷോർട്ട് കട്ട്സ് എടുക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു, ഇവഞ്ച്വലി അവർ ഫെയിൽ ആവുക ചെയ്തത്. അവിടെയും ആപ്റ്റിറ്റ്യൂഡല്ല, ആറ്റിറ്റ്യൂഡാണ് അവർ ഓൾട്ടിറ്റ്യൂഡിൽ നിൽക്കണമായിരുന്നോ വേണ്ടയോ എന്നുള്ള കാര്യം ഡിറ്റർമൈൻ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ കുറച്ച് എക്സാമ്പിൾസും കൂടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആറ്റിറ്റ്യൂഡ് മാത്രം മതിയോ? ആറ്റിറ്റ്യൂഡ് മാത്രം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സക്സസ് ആവാൻ പറ്റില്ല. നമുക്ക് ആപ്റ്റിറ്റ്യൂഡും കൂടി വേണം അല്ലേ. അവർ ഇറ്റ് കനോട്ട് ബി ഇന്റർപ്രിറ്റഡ് ആസ് അണ്ടർമൈനിങ് ആപ്റ്റിറ്റ്യൂഡ്. ആപ്റ്റിറ്റ്യൂഡ് അണ്ടർമൈൻ ചെയ്യുന്നതല്ല, പക്ഷേ നമുക്കൊരു മിനിമം ലെവൽ ഓഫ് നോളജ് വേണം, നമുക്ക് റേഷണൽ ഡിസിഷൻസ് എടുക്കണം, ക്രിറ്റിക്കൽ തിങ്കിങ് വരണം, നമ്മുടെ ടെക്നിക്കൽ കോമ്പീറ്റൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വേണം. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരണമെങ്കിൽ എന്താണ്, നമുക്ക് ആപ്റ്റിറ്റ്യൂഡും കൂടി വേണം. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് മാത്രമല്ല, ആപ്റ്റിറ്റ്യൂഡ് ഓൾസോ പ്ലേസ് എ റോൾ ഇൻ ഡിറ്റർമൈനിങ് അവർ ഓൾട്ടിറ്റ്യൂഡ് എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പം സസ്റ്റെയിൻഡ് സക്സസ് അറൈസസ് ഫ്രം സൈനർജി ഓഫ് ബോത്ത് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ് എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു കാര്യം കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഒരു കോട്ടോട് കൂടിയാണ്, ആറ്റിറ്റ്യൂഡ് ഈസ് എ ലിറ്റിൽ തിങ് ദാറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. അപ്പം ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കും, എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കും, നമ്മുടെ ചോയ്സ്, നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കണം, നമ്മുടെ ഇൻട്രസ്റ്റ് എവിടെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. പക്ഷേ ആറ്റിറ്റ്യൂഡാണ് ബേസിക്കലി നമ്മൾ അവിടെ എത്രമാത്രം സക്സസ്ഫുൾ ആവുന്നു അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ അവിടെ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പം രണ്ടും കൂടിയുള്ള ഒരു സിന്തസിസ് ആണ് ബേസിക്കലി നമുക്ക് വേണ്ടത് എന്നുള്ള രീതിയിൽ നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. ദാറ്റ്സ് അബൌട്ട് ടുഡേ. Thank you.